നീ വന്നേ. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചേ. ആ താഴെ ഇടരുത്. അമ്മയ്ക്ക് ഈ മാസം മുഴുവൻ ഡേ ഡ്യൂട്ടിയാണോ? നൈറ്റേ ഇല്ല? ഈയിടെ എന്താടി കൊച്ചേരെ ഇളക്ക കൂടുതൽ? ആരൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. അടുത്ത വീട്ടിലെ ചെറുക്കനുമായിട്ട് ചേർന്നുകൊണ്ട് എപ്പോഴൊരു പ്ലാനും പദ്ധതി ഇടിയില്ലേ? എന്നതാ ഓരോ കാശുകാർ പിള്ളേരുടെ കളി കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞെന്നില്ലെന്ന് വേണ്ട. കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി സ്ഥലം വിടും. ഇപ്പൊ നീ വിചാരിക്കും ഞാൻ വേറെന്തോ മനസ്സിൽ വെച്ചോണ്ട് പറയുമായിരിക്കും. സിമന്റ് കുമ്മായോ ഈ ആണി ശരിയാകുകയല്ല. വലിയ കാശുകാരനൊന്നും വേണ്ട, സാധാരണക്കാരൻ മതിയെന്ന് വെച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് വക്കച്ചനെ പോലെ ഒരുത്തനല്ലാതെ വേറെ ഏതവൻ വന്നാലും കാര്യത്തോടെ എടുക്കുമ്പോ അപ്പന്റെ ചോദ്യം വരും. നിനക്ക് വേണ്ടി ഞാനാണ് അപ്പൻ നേക്കാന്ന് വെച്ചാൽ പോലും ഒടുവിൽ ഡോക്യുമെന്റ്സ് പിടിച്ച് ചെല്ലുമ്പോ അപ്പൻ അങ്ങേരായിട്ട് വരും. അങ്ങേരെ നേക്കാൻ തയ്യാറാകത്തോളം കാലം വേറൊരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ. നിന്നോട് അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. ഇന്ന് നിന്റെ അപ്പനെ തല്ലാൻ മടിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ടും തല്ലോ. അത് അച്ചട്ടാ. അത് അപ്പനല്ലാത്തോണ്ടാ. പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ. ഇല്ലെന്നെങ്ങനെ അറിയാം? ഇല്ല, അത് നീ പറയല. പറഞ്ഞാ നിനക്കറിയാം അന്ന് നിന്നെ നിന്റെ അമ്മച്ചിയെ ഞാൻ അരിഞ്ഞ് പീസാക്കുമെന്ന്. പിന്നെ ആണുങ്ങളെ കറക്കി വിരിക്കുമ്പോ ഇതുമാതിരി കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങ് പറഞ്ഞു കളയരുതെന്ന് അറിയുന്നവളാ നീ. ഒന്നുമില്ലെങ്കിലും നീ നിന്റെ അമ്മച്ചിയുടെ മോളല്ലേ. അതിന്റെ പാതി സാമർത്ഥ്യമൊക്കെ നിനക്കും കാണില്ലേ? എന്താ പറ്റിയേ? നിന്റെ അമ്മച്ചിയെ കെട്ടിത്താഴ്ത്ത്. എവിടെയെങ്കിലും നീ പൊയ്ക്കൂടെ? ഇന്ന് മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക. ഓടിയാപ്പുറത്ത് അവളൊരുത്തി കാഴ്ച കാണാൻ. നിനക്കും
എന്നെ അവമാനിക്കാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ലടി, കാശുകാരനെ കിട്ടാൻ പോണെന്ന് വിചാരിച്ചിട്ടുള്ള പൊളപ്പാണോ? പടം പൊട്ടിയത് എങ്ങനെയാണെന്ന് നീ നിന്റെ അമ്മച്ചിയോടോ മറ്റാരോടെങ്കിലോ പറഞ്ഞോന്ന് ഞാൻ അറിഞ്ഞാല് ഇതന്ന് നിന്റെ കഴുത്തിനുള്ളിലിരിക്കും. എനിക്ക് ആകെ പേടിയാവുന്ന ആന്റണി. ഇതേവരെ നോട്ടവും അർത്ഥം വെച്ചുള്ള വർത്താനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിപ്പോ ആദ്യമാണ്. വഴങ്ങിയില്ലേൽ കൊന്നുകളയെന്നുള്ള മട്ടില്ല. കെട്ടിച്ചിടുന്നതിന് മുമ്പ് എല്ലാ ആയുധങ്ങളും എടുത്ത് നോക്കായിരിക്കും എന്നാ എനിക്കും തോന്നിയത്. സോളമനിച്ചാൻ ഇത് അറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആവും. അറിയിക്കണ്ട. എന്തിനാ വെറുതെ? അറിയിക്കണ്ട നിങ്ങൾ പറഞ്ഞാൽ എല്ലാം അന്നേരം അറിയിച്ചോണെന്നാ എനിക്ക് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ. എനിക്ക് പുള്ളി പറയും പോലെ ചെയ്യാൻ നോക്കൂ.